കേരളത്തിൽ UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് കോൺഗ്രസിന്റെ അജണ്ടയല്ല. ഓരോ ദിവസവും ട്രെൻഡ് അനുകൂലമാവുകയാണെന്നും ജനങ്ങളുടെ പിന്തുണ കൂടുകയാണെന്നും KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നൊപ്പം ചേരുകയാണ്. സാർ, പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഒരാഴ്ചയുള്ളൂ. എത്രമാത്രം പ്രതീക്ഷയിലാണ് ടീം UDF? സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ്. UDF കേരളത്തിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയം നേടും. 100-ലധികം സീറ്റുമായിട്ട് അധികാരത്തിലേക്ക് വരും. ഓരോ ദിവസം കഴിയുന്നതോറും ട്രെൻഡ് വർദ്ധിച്ചു വരികയാണ്. ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഒരു അമ്പാണ് ഈ ഡീൽ വിവാദം. അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴും ഈ ഡീൽ വിവാദമാണ് ഉന്നയിച്ചത്. അങ്ങേക്ക് ഇതിലേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണല്ലോ. നരേന്ദ്രമോദി പാലക്കാട് വന്ന് പ്രസംഗിച്ച് ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശബരിമലയെക്കുറിച്ച് അക്ഷരം മിണ്ടിയില്ല. ശബരിമല വിഷയമല്ലേ BJP? ഇതാണ് ചോദ്യം. കാരണം CPM-ന്റെ 2 നേതാക്കൾ ജയിലിൽ കടന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എപ്പോഴുണ്ടായത്? അപ്പോൾ സ്വർണം കട്ട ഇഷ്യൂ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പറയാൻ തയ്യാറായില്ല? നിങ്ങൾ തമ്മിലുള്ള ഡീലാണ്, തെളിവടക്കാ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് കേസുകൾ ED തന്നെ ഉണ്ടാക്കി. ആ കേസുകൾക്കൊന്നൊരു പുനരന്വേഷണം ഒന്നുമില്ല, ഒരു നടപടിയുമില്ല. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിത ചോദിച്ചത്. അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ SDP-യുടെ വോട്ട് വേണോ വേണ്ടോ എന്നൊരു തീരുമാനത്തിൽ ഇപ്പോൾ ഇങ്ങനെ വിവാദം കത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് SDP-യുടെ വോട്ട് വേണ്ടെന്നാണ്. അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നാണ്. പാർട്ടിക്കുള്ളിൽ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ ധാരണയാണ്. ഒരു വർഗീയ സംഘടനകളുമായിട്ടും കൂട്ടുകൂടി രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അജണ്ടയല്ല. അത് ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്നതാണ്. ഞങ്ങളത് ദേശീയ തലത്തിലുള്ള ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ആ നിലപാടിൽ വ്യത്യാസമില്ല. ഞങ്ങൾ സംഘപരിവാറിനെതിരൊക്കെ തന്നെ നേരിട്ട് എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സഹിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ 36 കേസുകളാണ് അദ്ദേഹത്തിനെതിരായിട്ട് സംഘപരിവാറും അവരുടെ അനുയായികളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വർഗീയതക്കെതിരായിട്ടുള്ള ഒരു സന്ധിയും ഞങ്ങളുടെ അടുത്തില്ല. അക്കാര്യത്തിൽ സംശയം വേണ്ട. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വന്നപ്പോൾ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രിനെ ഒരു സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞു. ആരാണത്? അല്ല, അതൊക്കെ എമർജ് ചെയ്ത് വരും, പേടിക്കണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.